ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ രുചിരസം. റവ കൊണ്ട് നല്ല ഈസി ആയിട്ടുള്ള എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ആദ്യം തന്നെ ശർക്കര ഉരുക്കിയെടുക്കുകയാണ്. അതിനായിട്ട് 3 അച്ച് ശർക്കരയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്ത് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് 1.5 കപ്പ് റവ വേണം. ഞാനിവിടെ 1.5 കപ്പ് റവ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ചെറിയ പഴമാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1/4 കപ്പ് പാലാണ് എടുത്തത്. അതിൽ പകുതിയോളം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരുന്നുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പം ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇത് നമുക്കൊന്ന് 2-3 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലായാലും വെള്ളമായാലും ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. നമ്മുടെ ബാറ്റർ കുറച്ചൊന്ന് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ബാറ്റർ വേണ്ടത്. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂണോളം ജീരകവും 1-2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. അഥവാ നിങ്ങൾക്ക് ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു കടോരിയിലാണ് ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കുന്നത്. നെയ്യ് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യമ്പോൾ നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതൊരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാനിവിടെ ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി ഇതുപോലെ മൂടിക്കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പത്തിലോട്ട് വെള്ളമൊന്നും വീഴാതെ കറക്റ്റായിട്ട് നമുക്ക് അപ്പം റെഡിയായി കിട്ടും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് ഓപ്പണാക്കി നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ കുത്തി നോക്കിയപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ റവ കൊണ്ടുള്ള നല്ല ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് സൈഡ്സൊക്കെ ഒന്ന് വിട്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി സ്നാക്ക് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയില്ലേ? ഇതുപോലുള്ള സിമ്പിൾ സ്നാക്സിൻ്റെ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.